ഇവനാണ് മോദിയുടെ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ്, ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞ് 2024 ഇവൻ്റെ കർണാക്കിലൊക്കെ ആയിരുന്നു മോദി തള്ളിക്കൊടുത്തിരുന്ന അവാർഡ്. What's your political leaning? Political leaning? I don't watch politics. You don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാനൊന്ന് റിയാക്ട് ചെയ്തിട്ടു. അതായത് ഈ കേരളത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ സാർ എന്ന് വിളിക്കുന്നതും ലിറ്ററസി കൂടിയതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്, ഇങ്ങനത്തെ പല സങ്കല്പങ്ങളും കൊണ്ടുവച്ച് ഈ പരമനാറി പാജി എന്ന് പറഞ്ഞിട്ടുള്ള ആ വാണം, ലൈഫ് ഓഫ് പാജി എന്നാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അവൻ ചെയ്ത ഒരു വീഡിയോക്ക് ഞാനിതൊന്നിട്ട് റിയാക്ട് ചെയ്തു. ഞാൻ പറയട്ടെ, 60 ലക്ഷം ആൾക്കാരാണ് കഴിഞ്ഞ ഒരു 24 മണിക്കൂർ കൊണ്ട് ആ വീഡിയോ കണ്ടത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേണേൽ സൈഡിൽ കൊടുക്കുക, നിങ്ങളൊന്ന് കാണുന്നത്. ഈ പോസ്റ്റിനാണ് 60 ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടത്. കാണും. What's your political leaning? Political leaning? I don't watch politics. You don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. What, yaar? Yes, Kerala, we have 100% literacy. And we do vote for people, not for cow. Not for cowdom. Click. And not for mandir or not for masjid. And of course not for Khalistan. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ വന്നിരുന്നത്. ഒരുപാട് ആൾക്കാർ 99.9% ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ഒരു ഹിന്ദി യൂട്യൂബേഴ്സ്, കുറച്ച് 3-4 യൂട്യൂബേഴ്സ് ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് ഇന്ത്യ ഗോട്ട് ലാറ്റൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ഞാൻ കാണിച്ചത് ഒറ്റ കമൻ്റ് ആട്ടോ. അതായത് അവിടെ ഒരു മലയാളി പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടിനെ ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് ആ പെൺകുട്ടിക്ക് ഇവിടെ നാട്ടിൽ പോലും ജീവിച്ച് ഇരിക്കാത്ത, അതായത് ഈ കേരളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരാൾ, അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വോട്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ അവരുടെ ഇഷ്ടം, നമുക്കാർക്കും ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടും അവരെ നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അവിടെ കയറി ഇവൻ ചൊറിഞ്ഞ ചോദ്യം ചോദിച്ചു. അവൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് അവളെ ഡിഫെൻഡ് ചെയ്യായിരുന്നു. ഈ ഒരു പ്രോഗ്രാം അങ്ങനെയാണ്. വരുന്ന കണ്ടസ്റ്റൻറ്റിനെ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം അതായത് എന്ത് പരമ ഡാർക്ക് കോമഡി വൾഗാരിറ്റി പറഞ്ഞാൽ അവരെ മെൻ്റലി തകർക്കുക. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം ഇത് ഇങ്ങനെ ചോദ്യം ചോദിച്ചു, അവൾ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടക്ക് കൊണയ്ക്കാൻ വന്ന പാജി എന്ന് പറഞ്ഞ ആ ഡാഷുമോൻ, അവനേതോ ഇന്ത്യൻ പാസ്പോർട്ട് പോലും അല്ലാന്നാണ് കേട്ടത്. അവനേതോ അമേരിക്കൻ ഒരു കനേഡിയൻ പാസ്പോർട്ടാണ്, അവിടുന്ന് കൊണ കാണിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിട്ടതാണെന്നാണ് അവൻ്റെ സ്റ്റോറി. എന്നിട്ടാണ് അവൻ ഇവിടെ കേരളത്തിലെ മലയാളികളെ ലിറ്ററേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ സെരേ എന്നാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവൻ്റെ കൊണടി. എന്താണ് അവൻ്റെ വായിലേക്ക് അടിച്ച ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഈ എന്താ പറയുക, അവൻ്റെ ചാനലിൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, അവൻ്റെ കമൻറ്റ് ബോക്സ് വരെ ഓഫാണ്. എന്താ മലയാളികൾ അവിടെ കൊണ്ട് പരത്തെറി കമൻ്റ് ഇട്ട് പോയിട്ടുണ്ട്. അതാണ് ഒരു സത്യാവസ്ഥ. അപ്പം ഈ പ്രോഗ്രാം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ പ്രോഗ്രാം കണ്ടസ്റ്റ് ചെയ്യുന്ന അവിടെ നിങ്ങൾ കണ്ട ജഡ്ജ് പാനലിലെ കുറച്ച് ആൾക്കാരുണ്ട്. അമീറ, അതുപോലെ തന്നെ സമയ് റെയ്ന, ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന വേറെ ഒരുത്തണ്ട് റൺവീർ അൽഹവാദിയ, ഇങ്ങനെ 3-4 പേരാണ് ചെയ്യുന്നത്. അപ്പം ഇവന്മാർ ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇവന്മാർ വൾഗാരിറ്റിയുടെ മാക്സിമം ടു ദ പീക്കാണ് ഇവന്മാർ സംസാരിച്ചത്. അതിൽ റൺവീർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. ഇവൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ, ഇവൻ നല്ല പോഡ്കാസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബെസ്റ്റ്, ധ്രുവരാട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം വരുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പോഡ്കാസ്റ്റേഴ്സാണ്, യൂട്യൂബേഴ്സാണ്. നമ്മുടെ മോദിജി ഉണ്ട്, നമ്മുടെ താടിജി, അത് ഏറ്റവും വലിയ താടിജി കഴിഞ്ഞ കൊല്ലം ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് പോഡ്കാസ്റ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവാർഡൊക്കെ കൊടുത്ത് ഇവരൊക്കെ താങ്ങിയിരുന്നു. സ്പിരിച്വാലിറ്റി ഇത്തിരി കൂടുതലാണ്, സംഗീതം ഇച്ചിരി കൂടുതലാണ്. എന്നിട്ട് മോദിജി അന്ന് സ്റ്റേജിൽ വിളിച്ച് ഒലത്തി കൊടുത്തവനെ കണ്ണാക്കിലൂടെ കയറ്റി കൊടുത്തിരുന്നത്. മോദി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല വലിയ വലിയ കൊടി കുത്തിയ സ്മൃതി ഇറാനി, അത് എന്നൊക്കെ പറഞ്ഞ് മഹാരാഷ്ട്ര നമ്മുടെ പഴയ മിനിസ്റ്റർ CM ഒക്കെ പോയിട്ട് തല കൊടുത്ത ആളാണ് ഇവൻ. അപ്പം ഇവനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ സ്പിരിച്വാലിറ്റി ചലയ്ക്കുന്ന ഒരു ഡാഷ് മോനാണ്. അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ചെറ്റത്തരാണ് ഈ പ്രോഗ്രാമിൽ. കേട്ടു നോക്ക്. Watch your parents have sex every day for the rest of your life. क्या हो गया रणवीर भाई को? अपने पकड़ लीजिए तुरंत. Or would you join in once and stop it forever? Join in? What the fuck, man? അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് നീ നിൻ്റെ വീട്ടിൽ
നിൻ്റെ അച്ഛനും അമ്മയും സെക്സ് ചെയ്യുന്നതുകൊണ്ട് ജീവിതകാലം മൊത്തം അത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ അവരൊരു വട്ടം ചെയ്യുന്ന കൂട്ടത്തിൽ നീയും കൂടെ കൂടി ചെയ്ത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യോ? ഇവരാണ് സ്പിരിച്വാലിറ്റി മോദിയുടെ ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ റൺബീർ അലവലാതി. അങ്ങനെ പറയണം, അവൽഹാദിയ എന്നും പറയരുത്, അലവലാതി. റൺബീർ അലവലാതി മോദിയുടെ ഗോദി മീഡിയയിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ. ഇവൻ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയും സെക്സ് ചെയ്ത് നോക്കി നിന്നിട്ട് അവരുടെ ഇടയിൽ കൂറി ഇവന് ചോദ്യം ചോദിച്ചത്. അപ്പം ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇതിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള പല വൾഗാരിറ്റിയുടെ അങ്ങ് മാക്സിമം ടു ദ മാക്സിമം ലെവലിലാണ് ഉമ്മാർ ചലച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇതിനെ റെസ്പോണ്ട് ചെയ്തതും. ഇപ്പോൾ ഉമ്മാർക്ക് നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ഇവർക്കെതിരെ മുംബൈ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരുടെ സൈഡിൽ നിന്നും കേസ് വന്നിട്ട് ഈ ഒരു ഷോ തൽക്കാലം സ്റ്റോപ്പായിട്ടുണ്ട്. ഈ ഷോ സ്റ്റോപ്പും ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവന്മാർക്കൊക്കെ എതിരെ ബെയിലല്ല കേസ് എടുത്തിട്ടുണ്ട്, FIR വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവന്മാരെല്ലാവരും കൂടെ ഈ സൗത്ത് ഇന്ത്യ കേരള എന്നൊക്കെ പറഞ്ഞ ഇവന്മാർക്കൊക്കെ വെറും പുച്ഛമാണ്. കാരണം നമ്മളിവിടെ സംഘികൾ അടുപ്പിച്ചിട്ടില്ല. അത് അടുപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഒരു മോദി മീഡിയ ലൈൻ പിടിക്കുന്ന ടീമിന്, ഈ സംഘിസം പിടിക്കുന്ന ടീമിന് പ്രത്യേകിച്ച് കേരളത്തിനോടൊക്കെ ഭയങ്കര പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നൊരു കണ്ടസ്റ്റൻ്റ് വന്നപ്പം ഇവൻ്റെ സരേ എന്നുള്ള വിളി ഇവൻ അവിടെ കൊണ്ട് കൊളത്തിയത്. എന്താണെങ്കിലും അവൻ്റെ അണ്ണാക്കിലേക്കും അവിടെ കേട്ട് ചിരിച്ച സകലമാന വാണങ്ങളുടെ അണ്ണാക്കിലോട്ടും അടിച്ച് കിട്ടിയിട്ടുണ്ട്. പോലീസിൻ്റെ വകയും FIR ആയിട്ടും ഈ നാട്ടിലെ സകലമാന ആൾക്കാരെടുത്തും അമ്മമാരെ ചൊറിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും പ്രോഗ്രാം തൽക്കാലം പൂട്ടിക്കെട്ടി അവൻ്റെ കണ്ണാക്കിൽ ഇതിന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം ഉണ്ടായത്. ഇതാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ എപ്പം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഒരു വാർത്തയാണ്. ഇതാണ് ഇതിൻ്റെ ബേസ്. ഈ പ്രോഗ്രാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടുകാർ അതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും. സംഘികളല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു വാണങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും പ്രതികരിക്കുകയും ചെയ്യും. ഇവന്മാരുടെ ഒക്കെ അഹങ്കാരം തീർത്ത് കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണെങ്കിലും കൊള്ളാം, ഇവന്മാരൊക്കെ കുറേ ജീവിക്കും ഇങ്ങനെയാണെങ്കിൽ. എന്താണെങ്കിലും ഇവൻ്റെയൊക്കെ പോഡ്കാസ്റ്റ് ഇത്രയും കാലം സ്പിരിച്വാലിറ്റിയും ഇവൻ്റെ എന്താ പറയുക ഈ പാഷൻ, ഇഷ്ടം, ലവ്, ഈ രീതിയിലുള്ള കോൺട്രവേഴ്സീസ്, ഇവൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ കണ്ട് ചൊറി കുത്തി കണ്ണിയടിച്ചിരുന്ന എല്ലാവന്മാർക്കും നല്ല നൈസായിട്ടാണ് ഇവൻ ഇപ്പോൾ കൊടുത്തത്. ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇവനാണ് മോദിയുടെ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ്, ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞ് 2024 ഇവൻ്റെ കർണാക്കിലൊക്കെ ആയിരുന്നു മോദി തള്ളിക്കൊടുത്തിരുന്ന അവാർഡ്.